ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എവരിഡേ ഐ എം കാൽക്കുലേറ്റിംഗ്. 2025 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിയുള്ള 32ാമത്തെ വീഡിയോയാണിത്. ഇതിന് മുൻപത്തെ വീഡിയോസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം: തദ്ദേശ സ്ഥാപനങ്ങളുടെ അധികാര വികേന്ദ്രീകരണ പ്രവർത്തനങ്ങളുടെ മികവ് വിലയിരുത്താൻ കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രാലയം 2025 ഫെബ്രുവരിയിൽ പ്രസിദ്ധീകരിച്ച പഞ്ചായത്ത് അധികാര വികേന്ദ്രീകരണ സൂചികയിൽ കേരളത്തിന്റെ സ്ഥാനം 2ാം സ്ഥാനമാണ്. തദ്ദേശ സ്ഥാപനങ്ങളുടെ അധികാര വികേന്ദ്രീകരണ പ്രവർത്തനങ്ങളുടെ മികവ് വിലയിരുത്താൻ കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രാലയം 2025 ഫെബ്രുവരിയിൽ പ്രസിദ്ധീകരിച്ച പഞ്ചായത്ത് അധികാര വികേന്ദ്രീകരണ സൂചികയിൽ കേരളത്തിന്റെ സ്ഥാനം 2ാം സ്ഥാനമാണ്. 1ാം സ്ഥാനത്ത് കർണാടകയും 3ാം സ്ഥാനത്ത് തമിഴ്നാടുമാണ്. പ്രഥമ ഫ്രീ സ്റ്റൈൽ ചെസ് ഗ്രാൻഡ് കിരീടം നേടിയത് വിൻസെന്റ് കെയ്മർ ആണ്. പ്രഥമ ഫ്രീ സ്റ്റൈൽ ചെസ് ഗ്രാൻഡ് കിരീടം നേടിയത് വിൻസെന്റ് കെയ്മർ. ലോകത്തിന്റെ ഏത് കോണിലുള്ളവർക്കും കേരളീയ കലാരൂപങ്ങൾ പഠിക്കാനും പരിശീലിക്കാനും വേണ്ടി തയ്യാറാക്കിയ സ്ഥാപനമാണ് ഡിജിറ്റൽ ആർട്ട് സ്കൂൾ. ലോകത്തിന്റെ ഏത് കോണിലുള്ളവർക്കും കേരളീയ കലാരൂപങ്ങൾ പഠിക്കാനും പരിശീലിക്കാനും വേണ്ടി തയ്യാറാക്കിയ സ്ഥാപനമാണ് ഡിജിറ്റൽ ആർട്ട് സ്കൂൾ. 1961 ആദായ നികുതി നിയമത്തിന്റെ സമഗ്ര പരിഷ്കരണം ലക്ഷ്യമിട്ട് തയ്യാറാക്കിയ പുതിയ ആദായ നികുതി ബിൽ 2025 ഫെബ്രുവരിയിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമനാണ്. 1961 ആദായ നികുതി നിയമത്തിന്റെ സമഗ്ര പരിഷ്കരണം ലക്ഷ്യമിട്ട് തയ്യാറാക്കിയ പുതിയ ആദായ നികുതി ബിൽ 2025 ഫെബ്രുവരിയിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചത് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനാണ്. ഫ്രാൻസ് ഇന്ത്യയിൽ നിന്നും വാങ്ങുന്ന മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ ആണ് പിനാക്ക. ഫ്രാൻസ് ഇന്ത്യയിൽ നിന്നും വാങ്ങുന്ന മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ ആണ് പിനാക്ക. 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച വിഖ്യാത സോവിയറ്റ് ചെസ് താരവും ലോക ചാമ്പ്യനുമായ വ്യക്തിയാണ് ബോറിസ് സ്പാസ്കി. 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച വിഖ്യാത സോവിയറ്റ് ചെസ് താരവും ലോക ചാമ്പ്യനുമായിരുന്ന വ്യക്തിയാണ് ബോറിസ് സ്പാസ്കി. 1969 മുതൽ 1972 വരെയുള്ള കാലയളവിൽ വേൾഡ് ചെസ് ചാമ്പ്യനായിരുന്ന വ്യക്തിയാണ് ബോറിസ് സ്പാസ്കി. 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച വിഖ്യാത സോവിയറ്റ് ചെസ് താരവും ലോക ചാമ്പ്യനുമായ വ്യക്തിയാണ് ബോറിസ് സ്പാസ്കി. അരിയുടെ വില നിയന്ത്രിക്കാൻ 2025 ഫെബ്രുവരിയിൽ ഭക്ഷ്യസുരക്ഷാ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഫിലിപ്പൈൻസ് ആണ്. അരിയുടെ വില നിയന്ത്രിക്കാൻ 2025 ഫെബ്രുവരിയിൽ ഭക്ഷ്യസുരക്ഷാ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഫിലിപ്പൈൻസ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ 2ാമത്തെ ഗോത്രവർഗ ഉത്സവമായ നഗോബ ജാതര ഉത്സവം നടക്കുന്ന സംസ്ഥാനം തെലങ്കാനയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ 2ാമത്തെ ഗോത്രവർഗ ഉത്സവമായ നഗോബ ജാതര ഉത്സവം നടക്കുന്ന സംസ്ഥാനം തെലങ്കാനയാണ്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം എന്ന റെക്കോർഡ് നേടിയത് ദുബായ് വിമാനത്താവളമാണ്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം എന്ന റെക്കോർഡ് നേടിയത് ദുബായ് വിമാനത്താവളമാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വീഴ്ചകൾ കണ്ടെത്തുന്നതിന് കോൺഗ്രസ് നിയോഗിച്ച കമ്മിറ്റിയാണ് ഈഗിൾ. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വീഴ്ചകൾ കണ്ടെത്തുന്നതിന് കോൺഗ്രസ് നിയോഗിച്ച കമ്മിറ്റിയാണ് ഈഗിൾ. രാജ്യത്തെ ഉൽപാദനക്ഷമത കുറഞ്ഞ 100 ജില്ലകളിൽ നിന്നുള്ള 1.7 കോടിയോളം വരുന്ന കർഷകരെ സഹായിക്കുന്നതിനും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും
2025-26 സാമ്പത്തിക വർഷത്തിലേക്കുള്ള കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന. രാജ്യത്തെ ഉൽപാദനക്ഷമത കുറഞ്ഞ 100 ജില്ലകളിൽ നിന്നുള്ള 1.7 കോടിയോളം വരുന്ന കർഷകരെ സഹായിക്കാനും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും 2025-26 സാമ്പത്തിക വർഷത്തിലേക്കുള്ള കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന. കാനഡയ്ക്കും ചൈനയ്ക്കും എതിരെ കനത്ത ഇറക്കുമതി തീരുവ പ്രഖ്യാപിച്ച രാജ്യം അമേരിക്കയാണ്. കാനഡയ്ക്കും ചൈനയ്ക്കും എതിരെ കനത്ത ഇറക്കുമതി തീരുവ പ്രഖ്യാപിച്ച രാജ്യം അമേരിക്കയാണ്. ചരിത്രത്തിലാദ്യമായി കേരളത്തെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ എത്തിച്ച ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനായിരുന്നത് സച്ചിൻ ബേബിയാണ്. ചരിത്രത്തിലാദ്യമായി 2025 കേരളം രഞ്ജി ട്രോഫി ക്രിക്കറ്റിന്റെ ഫൈനലിൽ എത്തിയത്. ചരിത്രത്തിലാദ്യമായി കേരളത്തെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ എത്തിച്ച ക്യാപ്റ്റനാണ് സച്ചിൻ ബേബി. ലിഥിയം പര്യവേഷണത്തിലും ഖനനത്തിലും സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി അടുത്തിടെ ഇന്ത്യയുമായി ധാരണാപത്രം ഒപ്പുവെച്ച രാജ്യം അർജന്റീനയാണ്. ലിഥിയം പര്യവേഷണത്തിലും ഖനനത്തിലും സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി അടുത്തിടെ ഇന്ത്യയുമായി ധാരണാപത്രം ഒപ്പുവെച്ച രാജ്യം അർജന്റീന. VT ഭട്ടതിരിപ്പാട് പുരസ്കാരത്തിന് അർഹയായത് നിലമ്പൂർ ആയിഷയാണ്. VT ഭട്ടതിരിപ്പാട് പുരസ്കാരത്തിന് അർഹയായത് നിലമ്പൂർ ആയിഷ. ഡൽഹിയുടെ പുതിയ ഉപമുഖ്യമന്ത്രിയായി നിയമിതനായത് പർവേഷ് വർമ്മയാണ്. ഡൽഹിയുടെ പുതിയ ഉപമുഖ്യമന്ത്രിയായി നിയമിതനായത് പർവേഷ് വർമ്മയാണ്. ഏതൊക്കെ ഇന്ത്യൻ സംസ്ഥാനത്തിലെ പരമ്പരാഗത നാടോടി നാടക രൂപമാണ് ദശാവതാരം? മഹാരാഷ്ട്രയുടെയും ഗോവയുടെയും. ഏതൊക്കെ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഒരു പരമ്പരാഗത നാടോടി നാടക രൂപമാണ് ദശാവതാരം? മഹാരാഷ്ട്രയുടെയും ഗോവയുടെയും. നദീതീര പ്രദേശങ്ങൾ വികസിപ്പിക്കുന്നതിനും നദികളെയും തണ്ണീർത്തടങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കുന്നതിലൂടെ ഉപജീവന അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമായി പശ്ചിമ ബംഗാൾ സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് നോഡി ബന്ദർ. നദീതീര പ്രദേശങ്ങൾ വികസിപ്പിക്കുന്നതിനും നദികളെയും തണ്ണീർത്തടങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കുന്നതിലൂടെ ഉപജീവന അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമായി പശ്ചിമ ബംഗാൾ സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് നോഡി ബന്ദർ. ഭക്ഷ്യ കാർഷിക സംഘടന ഉഗബാദ് എന്ന പേരിൽ കാലാവസ്ഥയെ പ്രതിരോധിക്കുന്ന കാർഷിക പദ്ധതി ആരംഭിച്ചത് സൊമാലിയയിലാണ്. ഭക്ഷ്യ കാർഷിക സംഘടന ഉഗബാദ് എന്ന പേരിൽ കാലാവസ്ഥയെ പ്രതിരോധിക്കുന്ന കാർഷിക പദ്ധതി ആരംഭിച്ചത് സൊമാലിയയിൽ. അതിഥി തൊഴിലാളികൾക്ക് സുരക്ഷാ ബോധവൽക്കരണം നൽകുന്നതിനായി അഗ്നിരക്ഷാ സേന തയ്യാറാക്കിയ പദ്ധതിയാണ് മിലാപ്പ്. അതിഥി തൊഴിലാളികൾക്ക് സുരക്ഷാ ബോധവൽക്കരണം നൽകുന്നതിനായി അഗ്നിരക്ഷാ സേന തയ്യാറാക്കിയ പദ്ധതിയാണ് മിലാപ്പ്. സഹകരണ ബാങ്കുകളും സ്ഥാപനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങളും മറ്റും ഏകീകൃത ബ്രാൻഡിൽ വിൽപ്പനയ്ക്ക് എത്തിക്കുന്നതിനായി സഹകരണ വകുപ്പ് അവതരിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് അങ്ങാടി. സഹകരണ ബാങ്കുകളും സ്ഥാപനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങളും മറ്റും ഏകീകൃത ബ്രാൻഡിൽ വിൽപ്പനയ്ക്ക് എത്തിക്കുന്നതിനായി സഹകരണ വകുപ്പ് അവതരിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് അങ്ങാടി. ഇനി ഞാൻ ഒഴുകട്ടെ ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായുള്ള പശ്ചിമഘട്ടത്തിലെ നീർച്ചാലുകളുടെ പുനരുജ്ജീവന പദ്ധതിയാണ് സുരക്ഷിതമാക്കാം പശ്ചിമഘട്ടം. ഇനി ഞാൻ ഒഴുകട്ടെ ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായുള്ള പശ്ചിമഘട്ടത്തിലെ നീർച്ചാലുകളുടെ പുനരുജ്ജീവന പദ്ധതിയാണ് സുരക്ഷിതമാക്കാം പശ്ചിമഘട്ടം. ഇന്ത്യയിലെ ഏറ്റവും വലിയ സിംഗിൾ ലൊക്കേഷൻ ഇന്റഗ്രേറ്റഡ് ഫെസിലിറ്റി സോളാർ പ്ലാന്റ് നിലവിൽ വന്നത് തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സിംഗിൾ ലൊക്കേഷൻ ഇന്റഗ്രേറ്റഡ് ഫെസിലിറ്റി സോളാർ പ്ലാന്റ് നിലവിൽ വന്നത് തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലാണ്.
ഡീപ് സീക്ക് എന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡൽ അവതരിപ്പിച്ച രാജ്യം ചൈനയാണ്. ഡീപ് സീക്ക് എന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡൽ അവതരിപ്പിച്ച രാജ്യം ചൈന.